ക്ഷേമനിധി ബോർഡുകളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ CMP എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണം നടത്തി. ആലുവ മെട്രോ സ്റ്റേഷന് സമീപം സംഘടിപ്പിച്ച സമരത്തിന്റെ ഉദ്ഘാടനം UDF ആലുവ മണ്ഡലം ചെയർമാൻ ലത്തീഫ് പുഴിത്തറ നിർവഹിച്ചു. തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളെ നാശത്തിൽ നിന്നും രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി CMP നടത്തിവരുന്ന തുടർ സമരത്തിന്റെ ഭാഗമായി ജില്ലാതല ജനകീയ ഒപ്പുശേഖരണം ആലുവ മെട്രോ സ്റ്റേഷനു സമീപം സംഘടിപ്പിച്ചു. UDF ആലുവ മണ്ഡലം ചെയർമാൻ ലത്തീഫ് പുഴിത്തറ സമരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ 13ഓളം വരുന്ന ക്ഷേമനിധി ബോർഡുകളിൽ പാവപ്പെട്ട തൊഴിലാളികൾ രാവന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന പൈസകൾ അടച്ചിട്ട് വർഷങ്ങളായി അവർക്ക് കിട്ടേണ്ട യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാത്തൊരവസ്ഥയാണ് ഇന്നത്തെ കേരളത്തിലെ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന വിഷയം. പാവപ്പെട്ട തൊഴിലാളികൾക്ക് ക്യാൻസർ വന്ന തൊഴിലാളികൾ, വിധവകളായവർ, പെൺമക്കളെ കെട്ടിക്കുവാനുള്ളവർ, ഇവർക്കൊന്നും കാലാകാലങ്ങളായി കിട്ടേണ്ട യാതൊരു ആനുകൂല്യങ്ങളും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെതിരെയാണ് CMPയുടെ നേതൃത്വത്തിൽ ഇന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവയിൽ ഒപ്പുശേഖരണം നടത്തുന്നത്. തീർച്ചയായും ഒട്ടേറെ ന്യായമായ സമരങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനമായ UDFന്റെ ഭാഗമായ CMPയുടെ നേതൃത്വത്തിൽ, ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടത്തിയ ഈ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. CMP സംസ്ഥാന കൗൺസിൽ അംഗം KP കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. CMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KK ചന്ദ്രൻ, CMP ജില്ലാ സെക്രട്ടറി P രാജേഷ്, KMF ജില്ലാ സെക്രട്ടറി വിൻസി ഫ്രാൻസിസ്, KSYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സുസ്മിത KP, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡെൻസിൽ മെൻസ്, ആലിസ് മുകുന്ദൻ, അഡ്വക്കേറ്റ് സഞ്ജീവ് കുമാർ M, സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. തോമസ് ആലുവ, അജി KN എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,